അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ ഖുർആൻ അപ്നി ദലീൽ ആപ്പി എന്നുള്ള പാഠം അൽഹംദുലില്ലാഹ് ആ പോർഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട ചില എക്സസൈസും അതുമായി ബന്ധപ്പെട്ട മറ്റ് ചില വിവരങ്ങളുമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. നമുക്കാദ്യം ഈ പാഠം ഏത് ഇനത്തിൽപ്പെടുന്നു, സാഹിത്യത്തിൻ്റെ ഏത് മേഖലയിൽപ്പെട്ടതാണ് ഇത് എന്നൊന്ന് നോക്കാം. आलिमाना अफ़कार के मदल इजहार के लिए जो नसरी सिन्फ वजूद में आई वो मकाला या वो मज़मून या मकाला कहलाती है. ആഗോള ചിന്തകൾ പങ്കുവെക്കാൻ വേണ്ടി അത് പ്രകടിപ്പിക്കാൻ വേണ്ടി ഗദ്യരൂപത്തിൽ ഏതൊരു ഇനമാണ് രൂപപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ പേരാണ് മക്കാല അല്ലെങ്കിൽ മസ്മൂൻ എന്നത്. ആലമി അദമ്മെ ഇസ് സിൻഫ് ഉമർ ബഹുത് സിയാദ നഹീ ഹെ. ആഗോള സാഹിത്യത്തിൽ മക്കാലയുടെ വയസ്സ് ഇത്ര കൂടുതലൊന്നും ആയിട്ടില്ല. ഉറുദു മേ ഇസ്ക ആഗാസ് സർ സയ്യിദ് കാ റഹീനെ മിന്നത്തെ ഹെ. ഉറുദുവിൽ ഇതിൻ്റെ തുടക്കം അത് സർ സയ്യിദിൻ്റെ സ്വന്തം അഭിമാനമാണ്. റഹീൻ മിന്നത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പണയം വെക്കപ്പെട്ട ഒരു ഗുണമാണ്, നേട്ടമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. सर सैद ने मुख्तलिफ मौज़ूआत व मसाइल पर गौर किया और अपने ख़यालात व अफ़कार को रबत तसलसल के साथ आलिमाना ज़ुबान में पेश कर दिया. സർ സയ്യിദിൻ്റെ ഒരു പ്രത്യേകത വ്യത്യസ്ത വിഷയങ്ങളിൽ പല ഇഷ്യൂകളിലും അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടെ തൻ്റെ ചിന്തകളും തൻ്റെ ഓർമ്മകളും അത് വളരെ കോർവയോടുകൂടെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ആഗോള ഭാഷയിൽ തന്നെ ആഗോളമായി അംഗീകരിക്കപ്പെടുന്ന ഒരു രീതിയിൽ തന്നെ അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. സർ സയ്യിദ് ഓർ ഉൻകെ റഫഖ, സർ സയ്യിദും തൻ്റെ കൂട്ടാളികളുമായിരുന്ന ആരൊക്കെയാണ് കൂട്ടാളികൾ? ഹാലി, മുഹ്സിനുൽ മലിക്, വഖാറുൽ മലിക് വഗേറ കെ മസാമീൻ തഹ്സീബുൽ അഖ്ലാഖ് മേ ഷായിർ ഹോത്തെ രഹെ. അവരുടെയെല്ലാം മസ്മൂനുകൾ തഹ്സീബുൽ അഖ്ലാഖ് എന്ന മാഗസിനിൽ പ്രസിദ്ധീകൃതമായിക്കൊണ്ടേയിരുന്നു. തഹ്സീബുൽ അഖ്ലാഖ് के बाद जो रिसाला मुल्क में आम बेदारी पैदा करने का ख्वाहिशमंद नज़र आता है उसका नाम मखज़न है. തഹ്സീബുൽ അഖ്ലാഖിന് ശേഷം, തഹ്സീബുൽ അഖ്ലാഖ് നിന്ന ശേഷം ഏതൊരു റിസാലയാണ്, ഏതൊരു മാഗസിനാണോ സമൂഹത്തിൽ ഈ രാജ്യത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ ജാഗ്രത ഉണ്ടാക്കിയെടുക്കാൻ അവരെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ പേരാണ് മഖ്സൻ. തഹ്സീബുൽ അഖ്ലാഖിന് ശേഷം ഇതേ ഉദ്ദേശ ലക്ഷ്യത്തിൽ തുടങ്ങിയ മറ്റൊരു മാഗസിനാണ് മഖ്സൻ എന്നത്. ഈ സിൻഫിക്കെ കലംദാർ, ഇതിൻ്റെ അഥവാ മക്കാല രീതിയിലുള്ള എഴുത്തുകാരിൽ പ്രമുഖരാണ് മുഹമ്മദ് അലി ജൗഹർ, അബുൽ കലാം ആസാദ്, ജഫർ അലി ഖാൻ, ഖാജ ഹസൻ നിസാമി, അല്ലാമ അർഷദുൽ ഖാദിരി, നമ്മുടെ ഈ പാഠത്തിൻ്റെ രചയിതാവായ വഹീദുദ്ദീൻ ഖാൻ എന്നിവരെല്ലാം. വഹീദുദ്ദീൻ ഖാനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇനി മക്കാല നിഗാർ, ഈ മക്കാല എഴുതിയ ആളെക്കുറിച്ചാണ് ഇനി വായിക്കുന്നത്. വഹീദുദ്ദീൻ ഖാൻ की 1925 को आजमगढ़ उत्तर प्रदेश भारत में विलादत हुई. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ആസംഗഡിൽ 1925 വഹീദുദ്ദീൻ ഖാൻ ജനനം കൊള്ളുന്നത്. മദ്രസത്തുൽ ഇസ്ലാഹ് ആസംഗഡ് കെ ഫാരിഗ് തഹ്സീൽ ആലിമെ ദീൻ. മദ്രസത്തുൽ ഇസ്ലാഹ് എന്ന ആസംഗഡിലെ മദ്രസയിൽ നിന്ന് ഇൽമ് കരസ്ഥമാക്കി പുറത്തിറങ്ങുകയും മുസന്നിഫ്, മുഖദ്ദിർ और मुफक्किर जो इस्लामी मरकज़ नई दिल्ली के चेयरमैन माहनामा और रिसाला के मुदीर हैं. അദ്ദേഹം ഇസ്ലാമിക് ചിന്തകനാണ്, അതുപോലെ അദ്ദേഹം ഒരു ചിന്തകനാണ്, പ്രഭാഷകനാണ്. അതിന് പുറമെ മർക്കസ് നയി ദഹ്ലിക്ക് ഇസ്ലാമി മർക്കസ് നയി ദഹ്ലി ഇസ്ലാമിക് സെൻറ്റർ, ഡൽഹിയിലെ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ചെയർമാനും അതുപോലെ അരിസാല എന്ന മാഹനാമ മാസികയുടെ മുദീറും എഡിറ്ററുമാണ് അദ്ദേഹം. 1927 से 1974 तक अल जमइया वीकली के मुदीर रह चुके हैं. 1924 മുതൽ 1967
1967 से 1974 तक अल जमइया वीकली के मुदीर रह चुके हैं. 1967 മുതൽ 1974 വരെ അദ്ദേഹം അൽ ജംഇയ്യ വീക്കിലി എന്ന ആ വീക്കിലിയുടെ എഡിറ്ററായിട്ട് നിലനിന്നിട്ടുണ്ട്. ഖാൻ സാഹിബ് 5 ज़ुबानें जानते हैं. അദ്ദേഹത്തിന് 5 ഭാഷകൾ അറിയാമായിരുന്നു. ഉറുദു, ഹിന്ദി, അറബി, ഫാരസി और अंग्रेज़ी. उन ज़ुबानों में लिखते और बयान भी देते हैं. ആ ഭാഷകളിലൊക്കെ അദ്ദേഹം എഴുതുകയും അതുപോലെ പ്രഭാഷണം നടത്തുകയും ചെയ്യുമായിരുന്നു. ടി വി ചാനലിലും ആപ്കെ പ്രോഗ്രാം നഷർ ഹോത്തെ ഹെ. ടി വി ചാനലുകളിലും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകൾ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാറുണ്ട്. മൗലാന വാഹിദുദ്ദീൻ ഖാൻ ആം തോർ പർ ദാനിശ്വർ തൊബക്കെ മേ അമ്ന് പസന്ദ് മാനെ ജാത്തെ ഹെ. മൗലാന വാഹിദുദ്ദീൻ ഖാൻ്റെ ഒരു പ്രകൃതി എന്തെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ ബുദ്ധികൂർമ്മതയുള്ള എന്നാൽ ഒരു ശാന്തത എന്നും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ഒതുക്കം വേണം എന്നാഗ്രഹിക്കുന്ന എന്ന സ്വഭാവത്തിൽപ്പെട്ട ആളാണ്. उनका मिशन है मुसलमान और दीगर मज़ाहिब के लोग में हम आहंगी पैदा करना. അദ്ദേഹത്തിൻ്റെ ഒരു മിഷൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മുസ്ലിമീങ്ങളും മറ്റുള്ള എല്ലാ മതക്കാരും അവർക്കിടയിൽ ഒരു ഹം ആഹങ്കി, പരസ്പര ഒരു അംഗീകാരം, പരസ്പരം ഒരു ധാരണ, അങ്ങോട്ടും ഇങ്ങോട്ടും ഹം ആഹങ്കി എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചു കൊടുക്കുക, വഴങ്ങി കൊടുക്കുക. അങ്ങനെ ഒരു എല്ലാവരും കൂടെ ഒരു ഒത്തൊരുമിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈകോർത്തു നിന്ന് മുന്നോട്ട് പോകണമെന്നൊരാഗ്രഹക്കാരനായിരുന്നു അദ്ദേഹം. ഖാൻ സാഹിബ് ने असरी उसलूब में 200 से ज़ायद इस्लामी कुतुब तसनीफ़ की हैं. പുതിയ രൂപത്തിൽ, പുതിയ മോഡേൺ സ്റ്റൈലിൽ അദ്ദേഹം 200-ലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. जो आपके इल्मी काबिलियत का सबसे बड़ा सबूत है. അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായിട്ട് എത്രമാത്രം സ്വീകാര്യനാണ് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് അദബി നുക്കാത്ത്. നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച ചില വാക്കുകൾക്ക് അതിൻ്റെ സാഹിത്യമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേച്ചീദ അൽഫാസ്, കോംപ്ലക്സ് വേർഡ്സ് की मुस्तकिल कलिमे या लफ्ज़ के साथ साबिका या लाहिका जोड़कर तश्कील दिया जाता है. അപ്പോൾ ഒരു പേച്ചീദ അൽഫാസുകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? പേച്ചീദ അൽഫാസുകൾ, കോംപ്ലക്സ് വേർഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ പേച്ചീദ അൽഫാസുകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? മുസ്തഖിലായിട്ടുള്ള സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്ന ഒരു കെലിമത്ത് അല്ലെങ്കിൽ ഒരു ലഫ്ലിൻ്റെ കൂടെ സാബിക്കയോ ലാഹിക്കയോ ആയിട്ട് ചേരുമ്പോഴാണ്, അതിനോട് മറ്റൊന്ന് സാബിക്കയോ ലാഹിക്കയോ ആയിട്ട് ചേരുമ്പോഴാണ് ആ പദത്തിനെ പേച്ചീദ അൽഫാസ്, പേച്ചീദ ലഫ്സ് അൽഫാസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ബേ പനാഹ്, ഫൈസല കുൻ. ഫൈസല ഒന്നാണ്, കുൻ ഒരു ലാഹിക്കയാണ്, പനാഹ് ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു ഒരു വാക്കാണ്, ബേ എന്നുള്ളത് ഒരു സാബിക്കയാണ്. इन मिसालों में पनाह और फैसला मुस्तकिल कलिमे हैं जिन्हें लफ्ज़ भी कहते हैं. അതിനെ നമുക്ക് ഒരു സ്വതന്ത്രമായിട്ടൊരു ലഫ്ള് എന്ന് തന്നെ പറയാവുന്നതാണ്. ഓർ ബേ സാബിക, ബേ പ്രഫിക്സ് ആണ്. ഓർ കുൻ ലാഹിക, കുൻ എന്നത് സഫിക്സും ആകുന്നു. ജിനെ ഗൈർ മുസ്തഖിൽ കലിമ കഹത്തെ ഹെ, അവയെ ഗൈർ മുസ്തഖിൽ കലിമ എന്നാണ്. ഈ ബേ, കുൻ അതൊക്കെ മറ്റൊന്നിനോട് ചേർന്നേ വരികയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഗൈർ മുസ്തഖിൽ കലിമ എന്നാണ് അതിനെക്കുറിച്ച് പറയാറുള്ളത്. ബൗണ്ട് ഫോംസ് എന്നാണ് അതിനെ വിളിക്കാറുള്ളത്. മുസ്തഖിൽ കലിമ കിസി ദൂസരെ കലിമെ കാ സഹാര ലിയെ ബഗൈർ ഭി ബോലാ ജാതാ ഹെ. ഒരു മുസ്തഖിലായ സ്വതന്ത്രമായിട്ടുള്ള പദം എന്ന് പറയുമ്പോൾ അത് മറ്റൊന്നിൻ്റെ സഹായം കൂടാതെ തന്നെ പറയാൻ കഴിയും. പക്ഷേ लेकिन गैर मुस्तकिल कलिमे या लफ्ज़ के साथ मिलकर
സേറെ ഇസ്തിമാൽ ആത്താ ഹെ. പക്ഷേ ഗൈർ മുസ്തഖിലായിട്ടുള്ള സ്വതന്ത്രമല്ലാത്ത ഈ കുൻ ബെ എന്നുള്ളത് ഒറ്റയ്ക്ക് വരില്ല, മറ്റു മുസ്തഖിലായ പദത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ കൂടെ ആണ് ഇത് ഉപയോഗിക്കാറുള്ളത്. സാബിക और ലാഹിക को താലീഖിയ कहते हैं. സാബികയെയും ലാഹികയെയും സാബിക ലാഹികയായി വരുന്ന പദങ്ങളെ താലീഖിയ അഫിക്സുകൾ എന്നാണ് പറയാറുള്ളത്. താലീഖിയോं की मदद से उर्दू में बेशुमार पेचीदा अल्फाज तश्कील दिए जाते हैं. താലീഖിയ ലഫ്ലുകൾ ചേർത്തിട്ട് അഥവാ സഫിക്സും പ്രഫിക്സും ചേർത്തിട്ട് ഉറുദുവിൽ ധാരാളം വാക്കുകൾ രൂപപ്പെടുന്നുണ്ട്. उर्दू में मुस्तमिल साबिकों और लाहिकों या तालीक़ियों की एक कसीर तादाद अरबी और फारसी से मुस्तार ली गई है. ഉറുദുവിൽ ഉപയോഗിക്കുന്നതായ സാബിക്കയും ലാഹിക്കയും അല്ലെങ്കിൽ താലീഖിയകളും അല്ലെങ്കിൽ അഥവാ അഫിക്സുകളെല്ലാം അത് അറബിയിൽ നിന്നോ ഉറുദുവിൽ നിന്നോ എടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ പാഠത്തിൽ ബാക്കിയുള്ളത് ചോദ്യോത്തരങ്ങളും അതുപോലെ അമലി കാമുമാണ്. ചോദ്യോത്തരങ്ങളും അമലി കാമും നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതുകയും അത് നമ്മുടെ ക്ലാസ് റൂമിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾ എഴുതി അയക്കുകയും വേണം PDF ആക്കിയ ശേഷം എന്നറിയിക്കാണ്. അമലി കാം ഇവിടെ ഉള്ളത് ഇസ് മസ്മൂൻ സെ സാബിക और लाहिक वाले अल्फाज का इस्तिखराज करें. പരമാവധി ഒരു 5 പദങ്ങളെങ്കിലും സാബിക ലാഹിക്കയ്ക്ക് വേണ്ടി നിങ്ങൾ കൊണ്ടുവരണം ഇൻഷാ അല്ലാഹ്. ഇതാണ് നമ്മുടെ ഈ പാഠത്തിലുള്ളത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണം എന്നറിയിക്കാണ്. അപ്പോൾ നമ്മുടെ അടുത്ത പാഠം തആവുൻ എന്നുള്ള ഒരു അഫ്സാനയാണ്, ഒരു ഷോർട്ട് സ്റ്റോറിയാണ് തആവുൻ. അപ്പോൾ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് അഫ്സാന എന്നതെല്ലാം നോക്കി പഠിക്കാം. ഈ പാഠത്തിലെ അദബി നുക്കാത്തുകൾ ഇതെല്ലാം പഠിച്ച ശേഷം നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. മസ്കൂറ ബാല നസർ സിൻഫ് അഫ്സാനയ്ക്ക് ഏക് മിസാൽ ഹെ. ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള മുകളിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഇനം സാഹിത്യത്തിൻ്റെ അഫ്സാന എന്ന മേഖലയിലാണ് പെടുന്നത്. ദാസ്താൻ, നോവൽ और अफसाना दरअसल एक ही नसरी सिन्फ के मुख्तलिफ रूप हैं. ദാസ്താൻ പഴങ്കഥകളും നോവലുകളും അഫ്സാനകളും ഇതെല്ലാം ഒരേ നസർ ഗദ്യരൂപത്തിലുള്ള എഴുത്തിൻ്റെ ഒരേ വിഭാഗത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്, വ്യത്യസ്ത മുഖങ്ങളാണ്. इन तीनों को मिलाकर अफसानवी अदब या फिक्शन का नाम भी दिया जा सकता है. ഇവ ദാസ്താൻ, നോവൽ, അഫ്സാന എന്നതിനെ മൂന്നിനെയും കൂട്ടി യോജിപ്പിച്ച് മൊത്തം ഫിക്ഷൻ എന്നോ അഫ്സാൻവി എന്നോ ഇതിനെ മുഴുവനെ വിളിക്കാറുണ്ട്, മൊത്തത്തിൽ ഇങ്ങനെ വിളിക്കാറുണ്ട്. ഇൻ തീനോं की बुनियादी ख़ुसूसियत एक ही और वो है. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനികമായിട്ടുള്ള സവിശേഷത എന്നാൽ ഒന്നു തന്നെയാണ്. അതെന്താണ്? ഖിസ്സാപ്പൻ അഥവാ ഒരു കഥാരൂപത്തിലായിരിക്കൽ എന്നാണ് അതിൻ്റെ മൂന്നിൻ്റെയും സ്വഭാവം. യാനി ഹർ കദം പർ യേ ജാനേ കെ ഖാഷ്. ഇതിൻ്റെ ഓരോ ചവിട്ടടിയിലും ഇങ്ങനെ നമുക്ക് അറിയാൻ കൊതിയാകും. എന്തറിയാൻ? കെ ആകെ ക്യാ ഹുവ. ഇതിൻ്റെ ശേഷം ഇതിൻ്റെ മുന്നോട്ട് എന്ത് സംഭവിച്ചു, അതിൻ്റെ മുന്നോട്ട് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ എപ്പോഴും ഒരു താല്പര്യം ഉണ്ടാകും. ഉസ്കെ ബാദ് ക്യാ ഹോനെ വാലാ ഹെ. എന്താണ് ഇനി നടക്കാൻ പോകുന്നത്, ശേഷം ഇനി എന്താണ് നടക്കാൻ പോവുക എന്ന ഒരു കഥാശൈലിയിലായിരിക്കും ഇത് രചിച്ചിട്ടുണ്ടാകുക. യേ കഹാനിപ്പൻ യാ ഖിസ്സാപ്പൻ ഹി ഫിക്ഷൻ കി ജാൻ ഹെ. ഈ കഹാനിപ്പൻ ഒരു കഥാരൂപത്തിലാവുക എന്നത് തന്നെയാണ് ഒരു ഫിക്ഷൻ്റെ ജീവൻ എന്ന് പറയുന്നത്. ജിസ്കെ അജ്സായ തർക്കീബി. ഇത് രൂപപ്പെടാനുള്ള അതിൻ്റെ ജുസുകൾ, പാർട്സുകൾ എന്തൊക്കെയാണ്? പ്ലോട്ട്, ഒരു പ്ലോട്ട് വേണം, ഒരു രംഗം എവിടെ എങ്ങനെയൊക്കെയാണ് എവിടെയാണ് എന്നുള്ള ഇതിൻ്റെ പ്ലോട്ട് കൃത്യമായി വിശദീകരിച്ചിരിക്കണം. നുക്കത്തെ നസർ, ഒരു വ്യൂ പോയിൻ്റ്, എന്ത് ഉദ്ദേശത്തിലാണ്, എന്ത് തീമിലാണ്, എന്ത് തീമാണ് ഇതിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്.
മാഹൗല് അതിൻ്റെ ചുറ്റുപാട്, മാഹൗൽ ഓർ ഫസ അതിൻ്റെ സറൗണ്ടിങ്സ് എങ്ങനെയായിരിക്കണം, സറൗണ്ടിങ്സ് വിശദീകരിക്കണം, എവിടെയാണ് നടക്കുന്നത്, അതുപോലെ ഏത് പശ്ചാത്തലത്തിലുള്ള ആൾ, ഇതെല്ലാം വിശദീകരിക്കണം. ഉസ്ലൂബ് അതുപോലെ ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ശൈലി വേണം. ആഗാസോ ഇഖ്തിതാം ഒരു തുടക്കവും ഒടുക്കവും വേണം. വഹദത്തെ തഅസ്സുർ അതുപോലെ വഹദത്തെ തഅസ്സുർ എന്നാൽ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വായിക്കുമ്പോൾ ഒരു വ്യത്യസ്തത രൂപപ്പെടാൻ പാടില്ല. അഥവാ എല്ലാം ഒന്നു തന്നെ, ഒരേ ശൈലിയിലായതുകൊണ്ട് എല്ലാം ഒരുപോലെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും വിധത്തിൽ ഉള്ളതായിരിക്കണം. അതാണ് വഹദത്തെ തഅസ്സുർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആദ്യം ഒരു രൂപത്തിൽ എഴുതി അതിൻ്റെ ബാക്കി മറ്റൊരു ശൈലിയിൽ എഴുതി അങ്ങനെ പല പല ഭാഷകൾ ഉപയോഗിക്കാതെ ഒരേ ശൈലിയിൽ കൊണ്ടുവന്ന് അങ്ങനെ ഒരു വഹദത്തെ തഅസ്സുർ, ഇതിന് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അജ്സായ തർക്കീബിയായിട്ട് എണ്ണുന്നത്. ഈ സിൻഫിക്കെ മഷ്ഹൂർ അഫ്സാന നിഗാർ, ഈ ഇനത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരാണ് പ്രേംചന്ദ്, സജ്ജാദ് ഹുസൈൻ എൽദ്രം ഓർ ഓപന്ദ്രനാഥ് അഷ്ക്, പിന്നെ സുൽത്താൻ ഹൈദർ ജോഷ്, അഖ്തർ ഹുസൈൻ റായ്പൂരി, കൃഷ്ണചന്ദ്ര, സആദത്ത് ഹസൻ മണ്ടു വഗേറ, ഇവരൊക്കെ ഇതിൽ പ്രധാനികളാണ്. അഫ്സാന നിഗാർ, നമ്മുടെ ഈ കഥ അഥവാ തആവുൻ എന്ന രസകരമായ ഇതിൻ്റെ അവസാനം വരെ വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ത് സംഭവിക്കാമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഈ പാഠം രചിച്ച സആദത്ത് ഹസൻ മണ്ടുവിനെ കുറിച്ച് ഒന്ന് നോക്കാം. ഉർദു കെ സൊഫെ അവൽ കെ അഫ്സാന നിഗാറോ മേ മണ്ടു ക ശുമാർ ഹെ. ഒന്നാം നിര കഥ എഴുത്തുകാരിൽ ആണ് നമ്മൾ സആദത്ത് ഹസൻ മണ്ടുവിനെ ഉൾപ്പെടുത്തുന്നത്. ഉन्होंने लड़कपन से ही लिखने को अपना मशगला बना लिया था. തൻ്റെ ചെറുപ്പകാലം മുതൽക്ക്, തൻ്റെ കുട്ടിക്കാലം മുതൽക്ക് എഴുത്തിനെ തൻ്റെ ഒരു ജോലിയായിട്ട് കണ്ടിരുന്നു. മുത്താല വസീദ് ഓർ മുഷാഹദ ഗഹ്റ ഥ. അദ്ദേഹത്തിൻ്റെ നീണ്ട വളരെ വിശാലമായ വായനയും അതുപോലെ വളരെ ആഴത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ ദർശനങ്ങളും ഇസ്ലിയെ ജൽദ് ഹി അദബ് മേ അപ്നി ജഗ ബനാലി. ഇത്ര വളരെ വിശാലമായ അദ്ദേഹത്തിൻ്റെ ദർശനം ഉണ്ടായത് കാരണത്താൽ തന്നെ അദ്ദേഹത്തിന് സാഹിത്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്ഥാനം തൻ്റേതായൊരു സ്ഥാനം രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സആദത്ത് ഹസൻ മണ്ടു കെ പൈദാഷ് ജിലെ ലദ്യാന. സആദത്ത് ഹസൻ മണ്ടുവിൻ്റെ ജനനം ലദ്യാന എന്ന ജില്ലയിൽ 2191 എന്നല്ല അത് വായിക്കേണ്ടത്, 1912 എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ പറയാം? 1912 മേ ഹുയി. 1912 അദ്ദേഹം ജനിക്കുന്നത്. അമൃത്സർ മേ താലീം പായി. അമൃത്സറിൽ വെച്ചാണ് അദ്ദേഹം പഠനം നടത്തിയത്. आला तालीम के लिए अलीगढ़ मुस्लिम യൂണിവേഴ്സിറ്റി में दाखिल लिया मगर तालीम जारी नहीं रख सके. അദ്ദേഹത്തിൻ്റെ ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടിയെങ്കിലും അദ്ദേഹത്തിന് പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. മുസാവാത്ത് ഉനൂനെ അഖ്ബാർ. അദ്ദേഹം ചില പത്രങ്ങളായ മുസാവാത്ത് ഓർ ഹഫ്ത് റോസ മുസവ്വിർ മേ കാം കിയ. ഈ മുസാവാത്ത്, ഹഫ്ത് റോസ, മുസവ്വിർ എന്നുള്ള ഈ പത്രങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ബോംബെ മേ രഹ്കർ ഫിലിമി ദുനിയാമേ കദം ജമാനേക്ക് കോഷിഷ് കി. ബോംബെയിൽ ജീവിച്ചുകൊണ്ട് ഫിലിം വേൾഡിലേക്ക് തൻ്റെ കാലുറപ്പിക്കാൻ അദ്ദേഹം പല വിധേന ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ബഹുത് സാരെ ഫീച്ചർ ഡ്രാമ റേഡിയായി വഗേറ ലിഖ. അദ്ദേഹം ധാരാളം ഫീച്ചറുകളും അതുപോലെ റേഡിയോയിൽ അവതരിപ്പിക്കത്തക്ക വിധമുള്ള ഡ്രാമകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആഖർ തഖ്സീമെ മുൽക്ക് കെ ബാദ് ലാഹോർ ചലെ ഗയെ.
പക്ഷേ വിഭജനാനന്തരം അഥവാ ഇന്ത്യ വിഭജനാനന്തരം അദ്ദേഹം ലാഹോറിൽ പോവുകയും വഹി അവിടെ തന്നെ 1955 എന്നാണ് അത് വായിക്കേണ്ടത്, അഥവാ 1955 വഫാത്ത് പായി. 1955 അദ്ദേഹം അവിടെ തന്നെ ലാഹോറിൽ വെച്ച് തന്നെയാണ് മരിക്കുന്നത്. മണ്ടുവിനെ റോസി കഹാനിയോ കാ ഉറുദു തർജ്ജമ കിയ. റഷ്യൻ കഥകൾ അദ്ദേഹം ഉറുദുവിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഉൻക അസ്ൽ മൈദാൻ ജിൻസ് ഹെ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മൈതാനം, അദ്ദേഹത്തിൻ്റെ ഫീൽഡ്, അദ്ദേഹം സാധാരണ ബന്ധപ്പെടുന്ന ഒരു ഫീൽഡ് എന്നത് ഈ കഥയിലൂടെ അദ്ദേഹം തീമാക്കി കൊണ്ടുവരൽ ജിൻസ്, സെക്സിനെ കുറിച്ചാണ്. ജിസ്കെ തഹത്ത് ഉനെ ഫുഹഷ് നിഗാരിക്ക് ജുറുമെ മുഖദ്ദിമെ ചലെ. ഈ സെക്സിനെ കുറിച്ച് എഴുതിയത് കാരണത്താൽ തന്നെ മോശമായിട്ട് വളരെ അസഭ്യമായ എഴുതി എന്ന കുറ്റം അദ്ദേഹത്തിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട്. ആ കുറ്റത്തിൻ്റെ പേരിൽ കേസ് അദ്ദേഹത്തിനെതിരെ നടന്നിട്ടുണ്ട്. ഓർ ഉനെ ഉരിയാൻ നിഗാർ കഹാഗയ. അതുകൊണ്ട് തന്നെ നഗ്ന എഴുത്തുകാരൻ എന്ന പേരും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഉൻകെ പാസ് ഉസ്കാ ജവാബ് യേ ഥാ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ അദ്ദേഹം നഗ്നത എഴുത്തുകാരനാണ് എന്ന ആ ഒരു വാദത്തിന് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള മറുപടി ഇതായിരുന്നു: കെ സമാജ് മേ ജഹാ ജഹാ ഗന്ദഗി ഓർ ഗലാസത് ഹെ. സമൂഹത്തിൽ എവിടെയാണോ അഴുക്കുകളും മോശത്തരങ്ങളും ഉള്ളത്, ഉസ് പർ ഖാക് ധോൾ ഡാൽക്കർ ഉസെ ഛുപാത്ത നഹി. അതിന്മേൽ മണ്ണും പുകയും ഇട്ടിട്ട് അതിന് മറ സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല, അതിനെ മറച്ചു വെക്കുകയില്ല. ഉസെ ഖരീദ്ത ഓർ സോഫ് കർത്താ ഹൂം. അതിനെ കുഴിച്ചെടുത്തുകൊണ്ട് അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്തുകൊണ്ട് അതിനെ വൃത്തിയാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് എവിടെ ഏത് തരത്തിൽ എഴുതേണ്ടി വന്നാലും ശരി. ജബ് ഗലാസത്ത് കോ സോഫ് കിയാ ജായേഗ. എപ്പോഴാണോ ഈ മാലിന്യങ്ങളെ ഞാൻ വൃത്തിയാക്കുന്നത്, തോ ലാസ്മി തോർ പർ ബദ്ബു ഫേലേഗി. ഞാൻ ചെയ്യുന്നത് മാലിന്യങ്ങളെ, അഴുക്കുകളെ വൃത്തിയാക്കുക എന്നതാണ്. അഴുക്കുകൾ വൃത്തിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബദ്ബു ഫേലേഗി, കുറച്ചെങ്കിലും ഒരു ദുർഗന്ധം പരക്കുകയും ചെയ്യും. അങ്ങനെയാണല്ലോ. അഴുക്ക് ചാലിൽ ഒന്നെടുത്ത് ഒരു സാധനം എടുത്താൽ അതിന് അഴുക്കുണ്ടാകും, വാസന ഉണ്ടാകും. അത് കഴുകുമ്പോൾ അത് വൃത്തിയാവുകയും ചെയ്യും. അതുപോലെ ചില വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ എഴുത്തിൽ കാണാൻ കഴിയുന്നതാണ്. ठंडा गोश्त, काली शलवार, मोजील, मेरा नाम राधा है, ഷാദാ ഇസി കബീൽക്ക് അഫ്സാനെ ഹെ. നേരത്തെ പറഞ്ഞ ഈ കഥകളെല്ലാം ഇത്തരത്തിലുള്ള നഗ്നത വല്ലാത്ത വിഷയമാക്കിയ, അല്ലെങ്കിൽ സെക്സിനെ കുറിച്ച് വല്ലാതെ എഴുതിയ കഥകളാണ് നേരത്തെ പറഞ്ഞത്. टूबा टीक सिंह और नया कानून इस रंग से हटकर है. टूबा टिक सिंह नया कानून ഇത് ഈ ഇനത്തിൽ പെട്ടതല്ല. മണ്ടു കെ അഫ്സാനോं के मजमूए हैं. ധുആ ലസ്സത്തെ സംഗ്. മണ്ടുവിൻ്റെ കഥകളുടെ സമാഹാരമാണ് ധുആ എന്നതും ലസ്സത്തെ സംഗ്. മണ്ടു കെ അഫ്സാനെ ഖാലി ബോത്തലെ, ഖാലി ഡബ്ബെ, സടക്കെ കെ കിനാരെ വഗേറ. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളിൽ പെട്ടതാണ്. ഇനി ഇതിലുള്ള ലുഗവി നുക്കാത്തുകൾ, ഭാഷാപരമായിട്ടുള്ള ചില നുക്കാത്തുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഉറുദു കെ ജോ അൽഫാസ് മാക്കൂസി, റിട്രോഫ്ലക്സ്, ആവാസും टडिया, उनकी हाइया शक्लों,
അപ്പോൾ ലുഗവി നുക്കാത്തിൽ പറയുന്നത് ഉറുദു കെ ജോ അൽഫാസ് മാക്കൂസി जो अल्फाज माकूसी आवाज़ों टे डे 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 या उनकी हाइया शक्लों ठे ढे ढे या दीगर हाइया शक्लों फे भे थे छे झे खे घे लहे भे भे पर मुश्तमिल होंगे वो लाजिमन हिंदी असल या ദേശി അൽഫാസ് ഹോങ്കെ. ഉറുദുവിൽ ഏതൊക്കെ മാക്കൂസി അൽഫാസുകളാണോ ഉള്ളത് അതിൻ്റെ ആവാസ്, അതിൻ്റെ ശബ്ദം ടേ ഡേ യ ഇങ്ങനത്തെ ലഫ്ലുകൾ അടങ്ങിയതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഹായിയ, അതിന് ദോചഷ്മി ഹ കൊടുത്ത ഠേ ഢേ ഇങ്ങനത്തെ പദങ്ങളാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റു ഹാ കൊടുത്ത ദോചഷ്മി കൊടുത്ത ഫേ ഭേ ഥേ ഛേ ഇങ്ങനത്തെ പദങ്ങൾ, ഇങ്ങനെ വന്ന പദങ്ങളെല്ലാം അതിൻ്റെ ഒറിജിൻ അത് സ്വാഭാവികമായിട്ടും ഹിന്ദി അസിൽ ആയിരിക്കും. അഥവാ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള പദങ്ങൾക്കാണ് ഇങ്ങനെ ദോചഷ്മി കൊടുത്തിട്ടുള്ള ഉണ്ടാകുക. അല്ലെങ്കിൽ ടേ ഡേ ഡേ എന്നുള്ള ഈ ശബ്ദങ്ങളിലൊക്കെ വരൽ അത് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ളതായിരിക്കും. യാ ദേശി അൽഫാസ് അഥവാ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ലഫ്ലുകൾ എന്നാണ് അതിനെ പറയാം. ജിനെ ലിഖ്നെ കെ ലിയെ അറബി और फारसी से मखसूस मुतज़क्किरा 41 हरूफ से काम नहीं किया जाएगा. അത് എഴുതാൻ, ഈ പദങ്ങൾ എഴുതാൻ വെറും അറബിയിൽ നിന്നോ ഫാരസിയിൽ നിന്നോ പ്രത്യേകമായിട്ട് എടുത്ത 41 അല്ല 14 അല്ല, അത് 41 അല്ല, അത് 14 14 ഹുറൂഫ്. അറബിയിൽ നിന്നും ഫാരസിയിൽ നിന്നും പ്രത്യേകമായി എടുത്ത 14 ഹർഫുകൾ കൊണ്ട് ഇത് എഴുതാൻ സാധിക്കില്ല. മറിച്ച് ഒരു ദോചഷ്മി ഹ വേറെ തന്നെ നമ്മൾ പുതിയൊരു ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റി കൊടുത്തതാണ് അത്. इस अफसाने में अल्फाज माकूसी का इस्तेमाल हुआ है, जैसे था, लठ, अधेड़, बढ़ने वगैरह. ഈ അഫ്സാനയിലും മാക്കൂസി അൽഫാസുകൾ വന്നിട്ടുണ്ട്. ഏതുപോലെ ഥാ, ലഠ്, അധേഡ്, ഇവിടെയൊക്കെ നമുക്ക് ദോചഷ്മി വന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ ടാ, ഡാ, ഡാ ഈ പദങ്ങളൊക്കെ വന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മാക്കൂസി അൽഫാസുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലഫ്ലുകൾ ടാ ഡാ ഡാ അല്ലെങ്കിൽ അതിന് ദോചഷ്മി ചേർത്ത, അല്ലെങ്കിൽ മൊത്തത്തിൽ ദോചഷ്മി ഹ ചേർന്നിട്ടുള്ള പദങ്ങളാണ്. അത് ഇന്ത്യൻ ഒറിജിനായിരിക്കും എന്നാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. പാഠത്തിലേക്ക് അടുത്ത പീരീഡ് നമുക്ക് തുടങ്ങി വെക്കാം ഇൻഷാ അല്ലാഹ്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.